നമസ്കാരം, ഞാൻ മുഹമ്മദ് ഷെരീഫ്. നമ്മുടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് പെരിന്തൽമണ്ണക്കടുത്ത് അങ്ങാടിപ്പുറത്താണ്. ഞാൻ ഈ ഫീൽഡ് തിരഞ്ഞെടുക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഗ്രാഫിക് ഡിസൈനിൽ ഡിപ്ലോമ എടുത്തിട്ടുണ്ട്. പിന്നെ ഗൾഫിലൊക്കെ ജോലിയുമായി ബന്ധപ്പെട്ട് ഈ ഒരു രംഗത്ത് തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അതിലുപരി ഈ ക്രാഫ്റ്റിനോടും അതുപോലെ കൊത്തുപണികളോടും ഒക്കെ ഉള്ള ഒരു താല്പര്യം. ഇപ്പോൾ പാശ്ചാത്യ രീതിയിലുള്ള കൊത്തുപണികളും ഡിസൈൻ വർക്കുകളും അറബിക് സ്റ്റൈലും ഒക്കെ നമ്മളുടെ നാട്ടിലേക്ക് കൂടി കൊണ്ടുവരിക എന്നുള്ള ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നാട്ടിൽ സെറ്റായപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചത്. അതായത് ആദ്യ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ നമ്മൾ മരത്തിൽ കാർപ്പൻറ്റേഴ്സൊക്കെ കൊത്തുപണികൾ ഇങ്ങനെയൊക്കെയാണ് നടന്നിരുന്നത്. അപ്പോൾ ഇത് കുറച്ചുകൂടി നമുക്കൊരു മിഷനറി വെച്ചിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ലാഭങ്ങളും കാര്യങ്ങളും, അതുപോലെ ഇപ്പോൾ മോഡേൺ ആയിട്ട് ഉള്ള കൺസെപ്റ്റുകളൊക്കെ വന്നപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിപ്പോൾ ഒരു കാർപ്പൻറ്റേഴ്സിനെ വെച്ച് ഇത് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഒരു വർക്ക് ചെയ്തെടുക്കണമെങ്കിൽ ഒരുപാട് ദിവസവും മാൻ പവറൊക്കെ വേണ്ടി വരും. ഈ സംഭവങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ നല്ല ഫിനിഷിങ്ങോട് കൂടി ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. നമ്മൾ കാര്യമായി ചെയ്യുന്ന വർക്ക് CNC വർക്കാണ്. CNC വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മെറ്റീരിയലുകളിലും, അതായത് നമുക്ക് കാര്യമായിട്ട് ഇപ്പോൾ PVC ബോർഡ്, അതുപോലെ തന്നെ ഫോം ബോർഡുകൾ, അതുപോലെ വുഡ്, MDF, HDF, ACP തുടങ്ങിയ എല്ലാ മെറ്റീരിയലുകളിലും നമ്മൾ ഈ CNC കട്ടിങ് ചെയ്ത് കൊടുക്കുന്നു. CNC കട്ടിങ് എന്ന് പറയുമ്പോൾ സാധാരണ ജാളി കട്ടിങ് എന്നും കൂടി പറയാറുണ്ട്, ജാളി കട്ടിങ്. പിന്നെ നമ്മൾ മൊമെൻറ്റോസുകൾ, അതേപോലെ ഗിഫ്റ്റുകൾ. ഇപ്പോൾ നമ്മൾ ഒരു പുതിയ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുഡിൽ എൻഗ്രേവ് ചെയ്തിട്ടുള്ള ഗിഫ്റ്റുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. കൂടാതെ നമ്മൾ കൊത്തുപണികൾ, വുഡൻ കാർവിംഗ് വർക്കുകൾ, കൊത്തുപണികൾ ചെയ്യുന്നു. അതുപോലെ നമ്മളതിൽ ലേസർ കട്ട്, അക്രൈലിക് ഷീറ്റുകളിൽ ലേസർ ഉപയോഗിച്ചിട്ട് നെയിം ബോർഡുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ ഒരു സിസ്റ്റം നമ്മളെ കയ്യിലുണ്ട്. അതുപോലെ നമുക്ക് തടികളിലൊക്കെ പേരും കാര്യങ്ങളൊക്കെ എൻഗ്രേവ് ചെയ്തെടുക്കാം. നെയിം ബോർഡുകൾ ഒക്കെ മോഡേൺ ആയിട്ടുള്ള ഈ രൂപത്തിലൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. സത്യത്തിൽ നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു അറൗണ്ട് 10 വർഷം മുമ്പ്, അന്നൊക്കെ വന്നിരുന്നത് കുറച്ച് നമ്മൾ പ്രീമിയം കസ്റ്റമേഴ്സ് ആയിരുന്നു. നമുക്കൊരു CNC വർക്ക് കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അന്നൊന്നും നമ്മളെ ഇവിടെ വേണ്ടത്ര നമ്മളെ ഇവിടെ അത് എത്തിയിട്ടില്ല. അപ്പോൾ ഇവരെന്നെ നമ്മൾ ബാംഗ്ലൂർ ബേസ് ചെയ്ത്, അതല്ലെങ്കിൽ വലിയ ടൗണുകളിലൊക്കെ ചെയ്ത്, വിദേശത്തു നിന്ന് വരെ ഈ ജാളിയൊക്കെ ചെയ്തിട്ട് കൊണ്ടുവന്ന് നമ്മളുടെ വീട്ടുകളിൽ ഫിറ്റ് ചെയ്ത ആളുകളുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലായിരുന്നു അന്ന് കസ്റ്റമർ വന്നിരുന്നതെങ്കിൽ ഇന്ന് മിക്കവാറും എല്ലാ ആളുകൾക്കും, അതായത് ഇപ്പോൾ അടിസ്ഥാന വർഗത്തിന് എല്ലാ ടീംസിനും നമ്മളുടെ ഇന്റീരിയർ രംഗത്ത് ആയിക്കഴിഞ്ഞാൽ ഇതൊരു അത്യാവശ്യം ആയിട്ട്, അതായത് അങ്ങനെയാണ് ഇപ്പോൾ കോമൺ ആയിട്ട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ, നമുക്ക് ഒരു വർക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഒരു CNC വർക്കിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ പെട്ടെന്ന് അത് അട്രാക്റ്റീവബിൾ ആണ്, പെട്ടെന്ന് നമ്മളത് ആകർഷിക്കും. അതുപോലെ തന്നെ വീട്ടിലോ സ്ഥാപനത്തിലോ ഒരു CNC വർക്കോ കാര്യങ്ങളോ അങ്ങനത്തെ ഒരു ഇത് കൂടുതലാണ് ഇങ്ങനത്തെ ഒരു വർക്കിന്. നമ്മളിപ്പോൾ ഓൾറെഡി ഉള്ളത് ഇപ്പോൾ നിലവിൽ പെരിന്തൽമണ്ണയിലാണല്ലോ. പക്ഷെ നമ്മൾ കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ ലോങ് ആയിട്ടുള്ള കസ്റ്റമർ, നമ്മളിപ്പോൾ കണ്ണൂർ, തലശ്ശേരി അവിടെയുള്ള കസ്റ്റമേഴ്സിനെ ഒക്കെ ചെയ്യാറുണ്ട്. അതുപോലെ കുറേ ദൂരത്ത് നിന്ന്, നിലമ്പൂർ ഭാഗത്ത് നിന്ന്, എറണാകുളം ഭാഗത്തേക്ക്, അങ്ങനെയൊക്കെ നാനാവിധ, പാലക്കാട് ഭാഗത്തേക്ക്, ഇങ്ങനെ പല ഭാഗത്തും നമ്മളെ ഈ ഒരു ഏരിയക്ക് പുറമെ പല ഭാഗത്തുനിന്നും. പിന്നെ ചില വർക്കുകളിലൊക്കെ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആണ്, എല്ലാ വർക്കുകളിലും എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് നമ്മളുടെ ഈ പള്ളികളിലെ ഒക്കെ വർക്കുകൾ, അതേപോലെ ഇസ്ലാമിക് കാലിയോഗ്രാഫി, ഈ ഒരു രംഗത്തൊക്കെ നമ്മൾ കുറച്ചുകൂടി എക്സ്പീരിയൻസ് ആയതുകൊണ്ടാവാം ഒരുപാട് ജില്ലകൾ, മറുനാട്ടിൽ നിന്ന്, ഇപ്പോൾ വയനാട്ടിൽ നിന്ന്, അതുപോലെ തന്നെ കോഴിക്കോട്, കണ്ണൂർ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കുണ്ട്. നമ്മൾ രണ്ട് രീതിയിലും ചെയ്യാറുണ്ട് നമ്മൾ. അതായത് ഒന്ന്, കസ്റ്റമേഴ്സിന് വേണ്ട ഒരു മെഷർമെൻറ്റും അവരുടെ ഒരു കൺസെപ്റ്റും തരികയാണെങ്കിൽ നമ്മൾ മെറ്റീരിയൽ അടക്കം, അതായത് ഇൻക്ലൂഡിങ് മെറ്റീരിയൽ നമ്മൾ വർക്കുകൾ ചെയ്ത് കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. രണ്ടാമത്തെ രീതി, കസ്റ്റമേഴ്സ് കൊണ്ടുവരുന്ന മെറ്റീരിയലുകളിൽ നമ്മൾ ഡിസൈൻ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. പക്ഷെ നമ്മൾ ഈ ഡോർ കാർവിംഗ് ഒക്കെ വരുമ്പോൾ എന്ന് പറയുമ്പോൾ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡോർ അവർ കൊണ്ടുവന്ന് തരുന്നു.
നമ്മളത് വർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് അതിൻ്റെ രീതി. ഡിസൈന് അനുസരിച്ചല്ല നമ്മൾ പ്രൈസ് ഇടാറുള്ളത്. നമ്മളിതിൻ്റെ ഒരു സ്ക്വയർ ഫീറ്റ് അനുസരിച്ചാണ്. നമ്മൾ CNC കട്ടിംഗ് എന്ന് പറയുന്ന രൂപത്തിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സ്ക്വയർ ഫീറ്റ് അനുസരിച്ചും, അതല്ല കാർവിംഗ് വർക്കിലേക്ക് പോകുമ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ടൈമിങ്ങിനാണ്, മണിക്കൂറിന് ഒരു നിശ്ചിത പ്രൈസ് എന്നുള്ള രൂപത്തിലാണ് ചെയ്യാറുള്ളത്. ഞങ്ങളിവിടെ പിന്നെ നിലവിൽ 4 പേര് സ്റ്റാഫ് ഇവിടെ ഈ CNCയിലുണ്ട്. അതുപോലെ തന്നെ നമ്മളിത് റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ ചില മെറ്റീരിയലുകളൊക്കെ നമുക്ക് പല കളേഴ്സും അക്രൈലിക്കിലൊക്കെ നമുക്കിവിടെ അവൈലബിൾ അല്ലാത്ത ഇത് തോന്നി. അപ്പം നമുക്കത് വാങ്ങിയെടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായപ്പോൾ നമ്മൾ ആ രംഗത്ത് ഹോൾസെയിലായിട്ട് മെറ്റീരിയലുകളൊക്കെ സപ്ലൈ ചെയ്യുന്ന, അതായത് അക്രൈലിക് മെറ്റീരിയൽ, ഫോം ഷീറ്റ്, അതുപോലെ പിന്നെ ഉള്ള സംഭവങ്ങൾ, ഷീറ്റുകൾ ഒക്കെ ഹോൾസെയിലായിട്ട് സപ്ലൈ ചെയ്യുന്ന ഒരു പരിപാടി കൂടി ഇപ്പോൾ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ വർഷമാണ് ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി 2 സ്റ്റാഫുകളുണ്ട്. എനിക്ക് തോന്നുന്നു പിന്നെ നമ്മൾ വ്യവസായ കേന്ദ്രം, ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രിയൽ സെൻറ്റർ ഞാൻ ഇങ്ങനെ ഒരു കൺസെപ്റ്റുമായിട്ട് സമീപിച്ചപ്പോൾ അവർ വളരെ, അതുപോലെ തന്നെ നമ്മളെ വൈദ്യുതി ഇവിടെ നമ്മൾ സബ്സിഡി, വ്യവസായികാടിസ്ഥാനത്തിൽ സബ്സിഡി ഉള്ള വൈദ്യുതിയാണ് നമ്മൾ ഇവിടെ. അപ്പോൾ ആ രംഗത്തൊക്കെ എല്ലാ രംഗത്തും സർക്കാരിൻ്റെ സപ്പോർട്ട് നല്ലൊരു സപ്പോർട്ടായിട്ട് തന്നെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. ഓൾറെഡി ഞാനിപ്പോൾ റിയലായി പറയുകയാണെങ്കിൽ നമ്മളൊരു ബിസിനസ് എന്നതിലുപരി നമ്മളൊരു സെൽഫ് എംപ്ലോയ്മെന്റ് എന്നുള്ളതാണ്, സെറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ വാടകയും കാര്യങ്ങളും ഒക്കെ കൊടുക്കാനും ഒക്കെ പൊതുവെ ബുദ്ധിമുട്ടായിരുന്നെങ്കിലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഫ്യൂച്ചറായി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ രംഗത്ത് നല്ല രീതിയിൽ, ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ നമ്മളുടെ ഡിസൈൻ വർക്കുകൾ കാര്യങ്ങളൊക്കെ നമ്മളുടെ ഈ മലബാറിൽ കസ്റ്റമറിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ഒരു എയിം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ നല്ലൊരു ടീമുണ്ട് ഇവിടെ. നല്ല ഡിസൈനേഴ്സ് ആയി കഴിഞ്ഞാലും നമ്മൾ ഓപ്പറേഷൻ ആയി കഴിഞ്ഞാലും നമുക്ക് കസ്റ്റമർക്ക് എന്താണ് വേണ്ടതെന്ന് ഉള്ള രൂപത്തിൽ നമ്മളത് അറിഞ്ഞിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റിയൊരു ടീം വർക്കായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ നല്ല രീതിയിൽ ഡിസൈനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയി ചെയ്യണം എന്ന് തന്നെയാണ് ഉദ്ദേശം. നമ്മുടെ സ്ഥാപനം ഉള്ളത് പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം റെയിൽവേ ഓവർബ്രിഡ്ജിന് താഴെയാണ്. റെയിൽവേ ഓവർബ്രിഡ്ജിന് താഴെ ചെങ്ങറ ഹെറിറ്റേജ് ലേക്കുള്ള റോഡിൻ്റെ സൈഡിലാണുള്ളത്.